എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമക്ക് പോകാന്ന് വെച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ സിനിമകളും പോയി കാണുമായിരുന്നു. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കി സിനിമ ആണോ പറ്റും. ഇപ്പൊ ഭയങ്കര സെലക്റ്റീവാണ്. കുറച്ചെന്ന് വെച്ചാൽ കുറച്ചധികം സെലക്റ്റീവാണ്. അത്രക്ക് നല്ല വേർഡ് ഓഫ് മൗത്ത് സിനിമകൾ മാത്രമേ പോയി കാണുള്ളൂ. ഏതാ പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ടർബോ. ഡീഗ്രേഡിങ് നടക്കുന്ന അതിനെക്കുറിച്ച് പിന്നെ പറയും. പടം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. പുറത്തെ പറ്റി പറയാനാണെങ്കിൽ വേറൊന്നുമില്ല, ഒരു അടിപ്പടം. അത് കുറച്ച് നാളുകളായി അങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ മിസ് ചെയ്തു. ഇപ്പോൾ കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതലും മലയാളത്തിൽ വന്നുകൊണ്ട്. വല്ലപ്പോഴും കൂടി ഇങ്ങനെ ഒരു സിനിമ അത് നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഫ്ലാറ്റാണ്, പടം ഒന്ന് ഷിഫ്റ്റ് ആവുന്ന ഒരു മൊമെന്റ്. അത് കഴിയുമ്പോൾ പടം അങ്ങോട്ട് പോകാം. അതല്ലേ ഈ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ വരുന്നത് ഒരേ ഒരു ടെംപ്ലേറ്റിലായിരിക്കും ഇത്തരം പടങ്ങളൊക്കെ വരുന്നത്. ക്യാരക്ടർ സ്കെച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പിലൊക്കെയാണ് അതിനകത്തൊരു വെറൈറ്റി ഫീൽ കൊണ്ടുവരാൻ പറ്റാത്തത്. ടർബോയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇപ്പൊ നമ്മള് തമിഴില് മാസ്റ്ററിൽ കണ്ട ഭവാനിയെ പോലൊരു ക്യാരക്ടർ, അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ഇതിനകത്തില്ല. ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം കുറച്ചുകൂടി നമുക്ക് കൺവിൻസിങ് ആവും. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഡയറക്ഷനിൽ നിന്ന് തുടങ്ങാം. വൈശാഖ് അദ്ദേഹത്തിന്റെ ഒരു ട്രേഡ് മാർക്കായിട്ടുള്ള കമേഴ്ഷ്യൽ പടങ്ങളുടെ സ്ഥിരം മീറ്റർ പിടിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. മലയാളത്തില് വൺ ഓഫ് ദ ബെസ്റ്റ് കമേഴ്ഷ്യൽ ഫിലിം മേക്കർ എന്ന് പറയുന്നത്. റൈറ്റിംഗിലേക്ക് വരുമ്പോഴേക്കും ഇമാനുവൽ തോമസിന്റെ നമ്മൾ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഇൻഡെപ്ത് കൊടുത്തിരുന്നെങ്കിൽ ക്യാരക്ടേഴ്സിലേക്ക് കുറച്ചുകൂടെ കണക്ട് ആവും. അതാണ് എനിക്ക് റൈറ്റിംഗ് തോന്നിയത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിന്റെ BGM, സ്കോർ. ചില സീൻസിനൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ടൈറ്റിൽ ആൻതം പോലെ വരുന്ന ഒരു സാധനം പക്ക സാധനം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരായിട്ട് എനിക്ക് ക്രിസ്റ്റോ സേവിയറിന്റെ പേര് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാലിബറൊക്കെ വെച്ചിട്ട് പുള്ളി ഇനിയും പ്രൂവ് ചെയ്യുന്നു. ഞാൻ ആകെ മൊത്തം ടോട്ടലി പറയാനാണെന്നുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ സിനിമക്ക് വന്ന ഡീഗ്രേഡിംഗ് ആണ്. ഡീഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പുത്ത സംഭവമൊന്നുമല്ല. ഡീഗ്രേഡിംഗ് എല്ലാ സിനിമകൾക്കും വരാം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. സിനിമയെ വിമർശിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതിൽ അഭിനയിക്കുന്ന താരത്തിന്റെ മതം കലർത്തിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഒരു വിമർശനം നമ്മളെല്ലാവരും വിറ്റ്നസ് ചെയ്യും. അതൊട്ട് ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മള് സിനിമകൾ കാണുന്നു, അതിലൊന്നും അതിന്റെ താരത്തിന്റെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ട് നമ്മളാരും സിനിമകൾ കാണുന്നില്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു വലിയൊരു വിവാദം ഉണ്ടായി സോഷ്യൽ മീഡിയ. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ വിവാദത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് സിനിമക്ക് നല്ല രീതിയിലുള്ള ഡീഗ്രേഡിങ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ കയറുന്നവർക്ക് അറിയാം. ഈ മതം പറഞ്ഞിട്ടുള്ള സിനിമ വിമർശനം അതിന്റെയാണ് മെയിൻ പോയിന്റ്. എന്തിനാണ് നിങ്ങളുടെ സിഫറില് മറ്റേ ഇന്ദ്രജിത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ടോ, അതായത് ഉത്തരേന്ത്യൻ വർഗീയതയുടെ കാട്ടിരി നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. സിനിമയുടെ സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ താഴെ വരുന്ന കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരി മാത്രമല്ല, പരസ്പരം ഞാൻ പറഞ്ഞത് ഈ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയത് ആരാണ്? നമ്മുടെ ആളുകളുടെ മനസ്സെത്രത്തോളം അവരുടെയൊക്കെ സ്ലോ പോയിസണിൽ മുങ്ങിപ്പോയിട്ടുണ്ടോ? ജാതിയും മതവും അനീസവരുടെ ജാതിയും അതിന്റെ പ്രൊഡ്യൂസറിന്റെ ജാതിയും ഇയാളുടെ ജാതിയും ഹെൽത്തി ആണെങ്കിലും ഓക്കെ, ഓർഗാനിക് ആണെങ്കിലും ഓക്കെ. പക്ഷെ ഇതൊന്നും ഓർഗാനിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നും മനഃപൂർവ്വം സൃഷ്ടിച്ചു വിടുന്നതായിട്ട് സിനിമകളായിട്ട് കാണുക. എല്ലാ മേഖലയിലും ഇപ്പോ സ്പോർട്സിലാണെങ്കിലും സ്പോർട്സിലൊക്കെ നമുക്ക് അറിയാം, കളി നടക്കുമ്പോൾ അവിടെ നടക്കുന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് പറഞ്ഞാൽ ഈ വർഗീയത ഏറ്റവും വലിയ കപട വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ വർഗീയത കാണിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ആ മതത്തോട് സ്നേഹം കൊണ്ടായിട്ടല്ല ഇതൊന്നും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ദൈവവിശ്വാസിയായിട്ടൊന്നും കാണിക്കുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സാണ്. അത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരുള്ള വിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല. സിനിമയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ റിവ്യൂ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഈ സിനിമക്കെതിരെ ഇത്തരത്തിലുള്ള ഡീഗ്രേഡിങ് നടന്നപ്പോൾ അതിനെതിരെ ഒരു വാക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. പിന്നെ സിനിമ കണ്ടൊരു അഭിപ്രായം പറയും. നോർമലി നടക്കുന്ന ഒരു ഫാൻ ഫൈറ്റിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് സൂചിപ്പിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മതത്തിന്റെ പേര് സിനിമയെ അളക്കുന്നതാണ് പോലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്റെ പരിപാടി കഴിഞ്ഞു.